അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞ് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. അവരുടെ ഡംപിങ് പ്ലേസ് ആയിട്ട് ഇന്ത്യയെ മാറ്റും. ഈ പറയുന്ന ഇന്ത്യൻ പട്ടണത്തിലുള്ള ആൾക്കാരെല്ലാം ഈ സാധനം കയറി വാങ്ങും. അതായത് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന തട്ടിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് കൃത്യമായിട്ട് ഞാൻ അക്ഷരം പ്രതി വെച്ച് തരാം. ഈ പറയുന്ന 500 ബില്യൺ 5 വർഷം കൊണ്ട് അത് 650 ബില്യനാകും. ഏകദേശം 55 ലക്ഷം കോടിയാണ് അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇന്ത്യയുടെ ആനുവൽ ബജറ്റ് 700 ബില്യനേ ഉള്ളൂ. അതിൻ്റെ അടുപ്പിച്ച് പോവുകയാണ് ഈ സംഭവം. ഇത്രമാത്രം അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ട്രംപിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദി സറണ്ടർ ചെയ്തുണ്ടാക്കിയ സാധനമാണ്. അല്ലാതെ ഇതിന് വേറെ വ്യാഖ്യാനമൊന്നുമില്ല. അമേരിക്ക പറഞ്ഞ ഡോട്ട് ലൈനിൽ സൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു അടിയടിച്ചു. അതായത് അജിത് ഡോവൽ പിടിച്ച് വരട്ടിയെന്ന്. അത് കഴിഞ്ഞ് MA കൃത്യമായിട്ട് പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആരാ നാണം കെട്ടത്? ബേസിക്കലി ഇന്ത്യയിലെ നാണം കെട്ടത്. ഇന്ത്യക്ക് ഈ ഡീല് വേണമായിരുന്നു. ബാക്കിയുള്ളതെല്ലാം നരേറ്റീവ്സും കഥകളും പറഞ്ഞങ്ങ് പോയി. അമേരിക്ക എന്ത് ഉദ്ദേശിച്ചു ആ രീതിയിൽ ഡീല് കൊണ്ടുവന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ പല സെക്ടേഴ്സിലോട്ട് ഇത് കയറി വരുന്നു. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടർ, അതായത് അർബൻ ക്ലാസ്സിന് എന്തൊക്കെ വാങ്ങണം ആ സാധനത്തിലോട്ടൊക്കെ ഇത് കയറി വരുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് ഇന്ത്യയിൽ വരുന്നില്ല അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, അതിൻ്റെ പേര് പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് തടഞ്ഞത്? ആ തടഞ്ഞതിൻ്റെ അകത്തും ചില കാര്യങ്ങൾ, അതായത് തടഞ്ഞ കാര്യം വൈൻ്റെ കാര്യം, ഈ റൈസിൻ്റെ കാര്യവും വെജിറ്റബിൾസിൻ്റെയും കാര്യമൊക്കെ പറയുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. അമേരിക്കയുടെ വെജിറ്റബിൾസ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇന്ത്യയെ കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ? കോമൺ സെൻസിൽ ആലോചിക്കുക. ഇതാണ് പറയുന്ന നരേറ്റീവ്സും കള്ളക്കഥകളും മാത്രം. പക്ഷേ GMൻ്റെ സീഡ്സ്, അതായത് ജനറ്റിക് ക്രോപ്പ്, അതിൻ്റെ സീഡ്സുകളൊക്കെ ഇന്ത്യ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പിന്നീടൊരു കാര്യം പറഞ്ഞ അമേരിക്കൻ വൈൻ സ്പിരിറ്റ്. വൈൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽ എന്തോ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. അതേപോലെ തന്നെ അമേരിക്കൻ സ്പിരിറ്റ്, അതായത് മദ്യം, റോ മെറ്റീരിയൽ എന്തോ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. ഇതൊക്കെ വരികയാണ്.